ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ക്യാംപാർക്കിൻ്റെ V30 എന്ന് പറഞ്ഞൊരു ആക്ഷൻ ക്യാമറയുടെ അൺബോക്സിംഗ് ആണ്. ഞാൻ ഈ ക്യാമറ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഇത് ഞാൻ മേടിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഇതിൻ്റെ റിവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ട് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഐറ്റം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഈ ക്യാമറയുടെ വില എന്ന് പറയുന്നത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയത് 9399 രൂപയ്ക്കാണ്. ഒരു വാട്ടർ പ്രൂഫ് കേസിനകത്താണ് ഈ ക്യാമറ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗോപ്രോയുടെ ആക്സസറീസൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് ഈ കേസിനകത്തുനിന്നൊന്ന് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് ക്യാമറ. ഗൈസ്, ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ആക്സസറീസ് ആയിട്ട് വരുന്നത്. അതായത് കുറേ മൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഹെൽമെറ്റ് മൗണ്ട്, അതുപോലെ ബൈസിക്കിൾ മൗണ്ട്, അങ്ങനെ കുറേ മൗണ്ട്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്ലീൻ ചെയ്യാനായിട്ടൊരു ക്ലോത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർ പ്രൂഫ് കേസ് തന്നിട്ടുണ്ട്. അതുപോലെ ചാർജ് ചെയ്യാനായിട്ടൊരു അഡാപ്റ്ററും ഉണ്ട്. 2 ബാറ്ററി ഉണ്ട്. ഇത് അഡാപ്റ്ററിനകത്തിട്ടും ചാർജ് ചെയ്യാം, അതുപോലെ ക്യാമറയിൽ വെച്ചും ചാർജ് ചെയ്യാം. പിന്നെ കുറച്ച് സ്ട്രാപ്സ് തന്നിട്ടുണ്ട്. അതുപോലെ USB കേബിള്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആക്സസറീസ് ആയിട്ട് തന്നേക്കുന്നത്. ഇനി നമ്മൾ ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. ഇതൊരു 2 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് മൈക്രോ USB പോർട്ടും അതുപോലെ തന്നെ HDMI പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ടൊരു ഷട്ടർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ടൊരു അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ലെൻസും പവർ ഓൺ ചെയ്യാനുള്ള ബട്ടണുമാണ് വരുന്നത്. നമുക്കെന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ബാറ്ററി ഇട്ടിട്ട്. പിന്നെ മെമ്മറി കാർഡ് ഇതിൽ U3 മെമ്മറി കാർഡ് തന്നെ വേണമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് HP-യുടെ ഒരു U3 മെമ്മറി കാർഡാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബാറ്ററി ഇട്ടിട്ട് ഞാനിത് ഓൺ ചെയ്തേക്കുവാണ്. ഡയറക്റ്റ് തന്നെ നമ്മൾ ക്യാമറയിലേക്കാണ് പോണത്. നമുക്കിതിൻ്റെ സെറ്റിങ്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം വീഡിയോയുടെ കുറേ സെറ്റിങ്സാണ് കാണിക്കുന്നത്. അതിനകത്ത് റെസൊല്യൂഷൻ 4K വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഗൈറോസ്കോപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, സ്ലോ മോഷൻ, സ്റ്റിൽ ഫോട്ടോ, ടൈം ലാപ്സിൻ്റെ ഇൻ്റർവെൽ, അങ്ങനെ കുറേ സെറ്റിങ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ മൈക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഓഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ക്യാമറയുടെ സെറ്റിങ്സിലോട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് റെസൊല്യൂഷൻ, ഡിലേ ടൈമർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ക്യാമറയ്ക്കകത്ത് വരുന്നത്. കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. അതുപോലെ WDR സപ്പോർട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് സെറ്റിങ്സിൽ വരുന്നത്. അതുപോലെ ഇത് വൈഫൈ സപ്പോർട്ട് ചെയ്യും. പക്ഷേ പ്ലേ സ്റ്റോറിൽ ഇതിൽ ആപ്പ് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ക്യാമറേനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വീഡിയോ സാമ്പിൾസും ഇമേജ് സാമ്പിൾസും ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ക്യാംപാർക്കിൻ്റെ ഇൻബിൽറ്റ് മൈക്കിൻ്റെ സൗണ്ട് വരുന്നത്. ഇത്രയും സൗണ്ടാണ് ഇതിനുള്ളത്.
ഇനി ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചത് വെച്ചിട്ട് പറയുവാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന വീഡിയോ ഔട്ട്പുട്ട് അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ മൈക്ക്, ബിൽറ്റ് ഇൻ മൈക്ക് അത്ര പോരാ, ഒരു പതിഞ്ഞ ഒരു സൗണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ സ്പീക്കറും അത്ര പോരാ. സ്പീക്കർ പിന്നെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ മൈക്ക് നമുക്ക് വ്ളോഗൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ മൈക്ക് ഭയങ്കര മോശം ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ മൈക്ക് നോക്കുവാണെങ്കിൽ ഇതിന് സി ടൈപ്പ് അല്ല വരുന്നത്, മൈക്രോ യു എസ് ബി ആണ്. അപ്പോൾ മൈക്രോ യു എസ് ബിയിൽ മൈക്കുകൾ വളരെ കുറവാണ്, ഓൺലൈനാണെങ്കിൽ നല്ല വിലയാണ്. അപ്പോൾ സി ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും.